മനസ്സിലായില്ല. എനിക്ക് നിന്നെ അറിയാം. എന്നെങ്ങനെ അറിയാം? ഞാനൊരു പ്രേതമാണ്. കഞ്ചാവ് വള്ള എന്തെന്നാ മോനെ? ഞാൻ മാത്രമല്ല, നീയും ഒരു പ്രേതമാ. ഞാനൊരു പ്രേതം, വേറൊരു പ്രേതം നീ. മൂത്ത ജാതി എന്തോ അടിച്ചല്ലേ മോനെ. ആടെ ഇരുന്നിട്ട് അതിന്റെ ഹാങ് ഓവർ എല്ലാം ഒന്ന് മാറ്റി അന്നെ വിട്ടേക്ക് മോനെ. എന്നോട് വർത്താനം പറഞ്ഞ ആവൂല. വല്ലാത്ത ജാതി തന്നെ കേട്ടാ. നീ എവിടെ പോയാലും അവിടെ ഞാൻ വരും. നീ ഒരു പ്രേതമാന്ന് ഞാൻ തെളിയിക്കുകയും ചെയ്യും. ഒന്ന് പോടാ കഞ്ചാവേ. എല്ലാ ചങ്ങാതി നീ എന്തിനാ എന്റെ പിറകെ ഇങ്ങനെ വരുന്നേ? ഞാൻ നിന്നെ പ്രേതമാന്ന് തെളിയിക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഒരു കാഞ്ചി പെട്ടെന്ന് തെളിയിക്ക, അങ്ങനെയെങ്കിൽ ഇന്റെ ശല്യം ഒഴിവാല്ലോ. അങ്ങനൊരുത്തൻ വരുന്നുണ്ട്, നീ ഒന്ന് അവനോട് സംസാരിച്ചു നോക്ക്. ഞാൻ അവനോട് സംസാരിക്കണം. ഞാൻ സംസാരിച്ചിട്ട് വരാം. ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി തുടങ്ങാം. മോനെ അവർ വിളിക്കുന്നുണ്ട് ടർഫ് പാടാ. ഹലോ വാ, എനിക്ക് എന്ത് വേറെ ഹലോ ബോൾ എടുത്തോ? ആ ഞാൻ പറഞ്ഞില്ലേ നീ ഒരു പ്രേതമാന്ന്. അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ ശരിക്കും പ്രേതം? ഞാൻ എപ്പോ മരിച്ചേ? നീ മരിച്ചിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ച? വാ, നമുക്ക് നടക്കാം. നമ്മളിപ്പോ എന്താ ചെയ്യാ? നിനക്ക് ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ? ആ ഉണ്ട്, എന്റെ വീട്ടുകാരാ. എന്നാൽ വരൂ. അല്ല, ഇപ്പൊ എങ്ങനെ പോവാ? പകലല്ലേ, രാത്രിയാവണ്ടേ? അത് എന്തിനീ? അല്ല, രാത്രിയാണല്ലോ പ്രേതങ്ങൾ പുറത്തിറങ്ങി പേടിപ്പിക്ക, പ്രേതങ്ങൾ പുറത്തിറങ്ങാന്നൊക്കെ പറഞ്ഞത്. അത് മനുഷ്യന്മാർ ഓരോന്ന് പടച്ചു വിടുന്ന ഓരോ കാര്യങ്ങളല്ലേ. അത് ശരിയല്ലേ? വരൂ. വേറൊരു കാര്യം ചോദിക്കട്ടെ, പറ. പ്രേതങ്ങൾ വെള്ളയല്ലേടാ? അതും മനുഷ്യന്മാരുണ്ടാക്കിയ കുറെ കഥകളാണ്. പ്രേതത്തെ ഇന്നേവരാരും കണ്ടിട്ടില്ല. കാണൂല. നീ വേഗം പോയി വീട്ടുകാരെ കണ്ടിട്ട് വരൂ. എന്നാ പോട്ടെ. എന്നാ വാ, നമുക്ക് പോവാം. എന്താണ് വീട്ടിൽ പോയിട്ട് വേഗം വന്നേ? ഞാനേ വീട്ടിലെ ഉമ്മാന്റെയോ വീട്ടുകാരെയൊക്കെ സങ്കടം കണ്ടിട്ട് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതാ. നിന്നെ എനിക്ക് ആരെ കാണണം? ഇനി എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണണം.